ഹായ് ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളുടെ ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാലമായി എന്നറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അമ്ലുവിൻ്റെ ഒരു ഡേ മോർണിംഗ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം കേട്ടോ. കാരണം അവൻ്റെ മോർണിംഗ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല, ബിക്കോസ് ഭയങ്കര ബിസി ആയിരിക്കും, ഓട്ടം തന്നെയായിരിക്കും ആ സമയത്ത്. രാവിലെ 7:30 തൊട്ട് 8:30 എണീക്കലാണ് അവളുടെ ഫസ്റ്റ് ജോലി കേട്ടോ. എണീച്ച ഉടനെ നോക്കുക ഏട്ടൻ സ്കൂളിൽ പോയോ റെഡിയായോ എന്നൊക്കെയുള്ള രീതിയിലാണ്. പോയിട്ടില്ലെങ്കിൽ അവൾ വേഗം ഒന്ന് ഫ്രഷനപ്പായിട്ട് മുഖമൊക്കെ കഴുകി, ചിലപ്പോൾ ഡൈപ്പറൊന്നും ചേഞ്ച് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ. ഡേ ടു ഡേ മാറും. എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങും. പോവാ ടാറ്റ എന്നുള്ള രീതിയിൽ പറയും. അവൾക്ക് ആദ്യം ഏട്ടൻ പോയോ ഇല്ലയോ അവൾക്ക് പുറത്തിറങ്ങി ടാറ്റ പോകണം. ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ സ്കൂളിൽ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഞാനാണ് അവളെയും കൊണ്ട് താഴെ പോവാറ്. കുറച്ച് നേരം ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ബസ്സിൽ അവൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഇതായിട്ട് കുറച്ച് നേരം താഴെയൊക്കെ കളിക്കും കേട്ടോ, ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് വരലാണ് പതിവ്. ഞാൻ കിച്ചണിലായിരിക്കും, ബിസി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു തണുപ്പൊക്കെ കുറഞ്ഞു, കുറച്ച് അവൾക്കും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. ഒരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ 8:45 to 8:30 to 9:15 വരെയൊക്കെ 30 minutes to 45 minutes പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. പുറത്ത് ആൾക്കാരുണ്ടാവും, കുറച്ച് എല്ലാവരോടും ഹായൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോം ചെയ്ത്, പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് മുത്തശ്ശിയൊക്കെ കണ്ട്, അങ്ങനെ കുറച്ച് നേരം നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അവൾ പുറത്ത്. എനിക്ക് ചിലപ്പോൾ മോന് കൊടുത്തത്ര ടൈം അവൾക്ക് കൊടുക്കാൻ പറ്റാറില്ലേ എന്ന് തോന്നാറുണ്ട്. പണ്ടൊക്കെ ഞാൻ അവനെയും കൊണ്ട് ഒരുപാട് പുറത്ത് കറങ്ങുമായിരുന്നു. പക്ഷേ ഇവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ കുക്കിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്കാണ് കേട്ടോ പോവുക. ചിലപ്പോൾ താഴെ ബേസ്മെൻറ്റിൽ കോർട്ടിൽ തന്നെ ഞങ്ങൾ കളിക്കും. അതില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പാർക്കിൽ പോവും. പാർക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്കുള്ള കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലൊക്കെ ഇരുന്ന് ഇതാക്കും കേട്ടോ. ശരിയാണ്, മണ്ണിലിരിക്കണം, മണ്ണിൽ കളിക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ എനിക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ട്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഓൾമോസ്റ്റ് 9:30 ആവും തിരിച്ച് വരുമ്പോൾ. ഇത് ജെന്യുവിനായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 9:30 ഒക്കെ ആകുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഡിലേ ആവും. അവൾക്ക് കൊടുക്കണം, അവളെ ഫ്രഷനപ്പ് ആക്കണം, പിന്നെ ഏട്ടൻ വരുമ്പോൾ ഏട്ടന് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇത് കാരണം ഞാൻ മണ്ണിൽ ഒരുപാട് കളിപ്പിക്കാൻ നിൽക്കാറില്ല. കൊണ്ടുപോയാലും കുറച്ച് അവിടുത്തെ അമ്യൂണിറ്റീസിൽ മാത്രം കളിപ്പിച്ചിട്ട് തിരിച്ച് വരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ട് താഴെ ബേസ്മെൻറ്റിൽ കോർട്ടിലും പോയി, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ടെറസിലൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് കളിച്ചു. നല്ല അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, കാണുന്ന പോലെയല്ല. ശിവരാത്രി കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നല്ലോണം വീണ് ഉരുണ്ടിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ആൾ. നല്ല ഹാപ്പിയാണ് ആൾ. അവൾക്ക് ഏട്ടനില്ലെങ്കിൽ ടൈം പോകാൻ കുറച്ച് പാടാണ്. എല്ലായിടത്തും ചോദിച്ചാൽ പറയും ഏട്ടൻ ചൂളിപ്പോയി എന്നൊക്കെ. പിന്നെ ഞങ്ങളിതേപോലെ ഒരു 9:15 ഒക്കെ ആയിപ്പോൾ പുറത്ത് വന്നു. ഇവിടെ ഞങ്ങൾക്ക് ഗാർബേജ് നൈറ്റ് പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് റഷിൽ വെക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ 9 o'clock ടൈമിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനിടയിൽ ഞാൻ ഗാർബേജൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇടയിൽ കൂടെ ചെയ്ത് അവൾക്ക് കുറച്ച് പോട്ടി ടൈം കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷേ സക്സസ് ആയിട്ടില്ല. ഇനിയും ഇരിക്കുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ പോട്ടി ചെയ്യില്ല അവൾ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഡൈപ്പറിലാണ് ചെയ്യുക. ഇറ്റ്സ് ടേക്സ് ടൈം. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ. കാരണം നമ്മളായിട്ട് ട്രൈ ചെയ്യാതിരിക്കരുതല്ലോ. ഒരു 10 minutes ഒക്കെ അവൾ ഇരിക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ക്ഷമ പോവും. ആ 10 minutes ഇരുന്നതിന് ശേഷം നല്ലോണം അവളെ വാഷ് ചെയ്ത് കൈയൊക്കെ സോപ്പിട്ട് കഴുകിച്ച്, പിന്നെ കുറച്ച് നേരം ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കും. ഒരുപാട് നേരം കൊടുക്കാറില്ല. പിന്നെ അവൾ തന്നെ കൈയും മുഖമൊക്കെ കഴുകിയതിന് ശേഷം അവളുടെ ബ്രഷ് കൊണ്ട് അവൾ എന്തൊക്കെയോ കാണിക്കും കേട്ടോ. ഞാൻ കുളിപ്പിക്കുമ്പോൾ ഫിംഗർ ക്യാപ്പ് ഇട്ട് ക്ലീൻ ചെയ്യാറ്. പിന്നെ അവൾക്ക് ഈ ബ്രഷ് ഇട്ട് അവൾ ഇങ്ങനെ റൊട്ടീൻ പോലെ നടക്കും. ഡൈപ്പർ ഇടാൻ ഭയങ്കര അടിയാണ് കേട്ടോ. അവൾക്ക് ഡൈപ്പർ ഇടാൻ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറയും പോട്ടി ട്രെയിൻ ചെയ്താലേ ഞാൻ ഡൈപ്പർ ഫ്രീ ആക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ഡൈപ്പർ ചേഞ്ചൊക്കെ കഴിയും. കുറച്ച് നേരം ഇപ്പം തന്നെ സമയമായി കേട്ടോ. പിന്നെ അവളോട് നല്ല മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ ശേഷം ബെഡിലൊന്ന് കയറ്റിയിരുത്തി ഡൈപ്പർ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടമാണ് അവൾ കേട്ടോ. ഓട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ അറ്റത്തേക്ക് ഓടും ബെഡിൻ്റെ. പിന്നെ കയറി പിടിക്കണം. എനിക്ക് സൈഡ് വഴി കയറാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഈ റെയിലൊക്കെ വെച്ചതുകൊണ്ട് അതൊക്കെ താത്തിയിട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
കുട്ടികളൊക്കെ അങ്ങനെയാണല്ലേ. ഇതിപ്പോൾ അവളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഇല്ല, അവൾ നന്നായി ഇരുന്ന് കളിച്ച് കൂടെ നിൽക്കും. പക്ഷെ ഞാൻ അടുക്കളയിൽ പോയാലാണ് ഇതാവുന്നത്. ഇതൊക്കെ കണ്ടോ, ഞങ്ങളൊന്ന് മിനിമലായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ക്യാമറയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് നോക്കുന്നുണ്ട്. ക്യാമറ റെക്കോർഡിങ് ആവുന്നതൊക്കെ ഓഫ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ അവൾ ചെയ്യുന്നുണ്ട് അവളുടേതായ രീതിയിൽ. പിന്നെ ഞാൻ കിച്ചണിൽ വന്ന് അവൾക്ക് കുറച്ച് ഞാൻ വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തു. ഞാനിപ്പോൾ പാല് മോർണിംഗിൽ അവോയ്ഡ് ചെയ്യാണ്. കാരണം പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ അവോയ്ഡ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തു. ആപ്പിളാണെന്ന് കൊടുത്തത്. ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെയാണ് കൊടുക്കാൻ ശ്രമിക്കാറ്. ഫ്രൂട്ട്സ് വല്ലതും കൊടുക്കും. അത് അവളിങ്ങനെ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ തുപ്പും. അങ്ങനെയാണ്, വീട് മൊത്തം മെസ്സാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അത് ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ ചെയ്യും. അവൾ കുറച്ചൊക്കെ കഴിക്കും. ഒരു അര ആപ്പിളൊക്കെ കഴിക്കുകയുള്ളൂ, അരയും കഴിക്കുകയൊന്നുമില്ല ചിലപ്പോൾ. പക്ഷേ ഗുഡ്, അവളുടേതായ രീതിയിൽ അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ. പിന്നെ ഞാൻ അവൾക്ക് എപ്പോഴും മോർണിംഗിൽ എഗ്ഗ് ബോയിൽ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡാണ് എഗ്ഗ് ബോയിൽ ചെയ്തത്. ഇപ്പോൾ ആപ്പിളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, തിന്നിട്ട് തുപ്പലാണ് പണി. മാറ്റി വെക്കും ഞാൻ, വേറെ വഴിയില്ല. അവൾ അങ്ങനെ ആപ്പിള് ബനാന ഭയങ്കര ഇഷ്ടമാണ്. ബനാനയൊക്കെ കഴിക്കും. ഞാനിപ്പോൾ കുറച്ച് പുറത്ത് കറക്കാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെയിൽ കൊള്ളൽ ഇത്തിരി ഭയങ്കര കുറവായിരുന്നു. ഈവൻ നമ്മൾ പോലും വെയിൽ കൊള്ളൽ വളരെ കുറവായിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വൈറ്റമിൻ ഡി കിട്ടും. 10 മണിക്ക് മുമ്പുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വെയിൽ കൊള്ളിപ്പിക്കുന്നത്. കാരണം ഇത്രയും കാലം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പത്ത് ഇറങ്ങലും ബുദ്ധിമുട്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇപ്പം നല്ല കുറച്ച് വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നാട്ടിൽ പോകുമ്പോഴൊക്കെ കുട്ടികൾ വെയിൽ കൊള്ളാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ടോയ്സൊക്കെ കുറച്ച് കളിച്ച് അപ്പോൾ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ വരുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കിച്ചണിൽ വർക്കൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞു. അവളെ ഇപ്പോഴും ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കുറച്ച് മൈൽഡായിട്ട് ഞാനിന്ന് എണ്ണ തേച്ചുള്ളൂ. കാരണം അവൾക്ക് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുറച്ച് നടക്കാനൊക്കെ വിടും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ നങ്കു മങ്കുവായി നടക്കാൻ. അതായത് ഡൈപ്പറോ ജെട്ടിയോ മാത്രം ഇട്ടിട്ട്, ഇന്നേഴ്സ് മാത്രം ഇട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിനോടെ ബേബിയുടെ ബോഡി വാഷാണ് ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നത്. സെബാമെഡും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സെബാമെഡ് അല്ല, സെറ്റാഫിലും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് അവിനോ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നല്ല കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞങ്ങൾ എന്താണെന്നറിയില്ല, തുണി കടിക്കൽ ഭയങ്കര ഇതാണ്. കട്ടിലിൽ കടത്തിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെ പിടിക്കാൻ വേണ്ടിയിട്ട്. ക്രീം തേക്കാനും ഇതിന് വേണ്ടിയിട്ട് നിന്നാലും ഓടും. അതുകൊണ്ടാണ് ഞാൻ കട്ടിലിൽ കടത്തിയിട്ട് ചെയ്യിപ്പിക്കാറ്. അത് അതിനേക്കാട്ടും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ പോലെ. ഇതിപ്പോൾ അവളുടെ മോർണിംഗ് റൊട്ടീനാണോ എൻ്റെ മോർണിംഗ് റൊട്ടീനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ. ഇതിൽ തന്നെ കുറേ സമയം പോവും എനിക്ക്. പിന്നെ സമ്മറൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ചെറിയ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഞാൻ ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കും. കാരണം കംപ്ലീറ്റ്ലി ഡൈപ്പർ ഫ്രീ ഒന്നും ആയിട്ടില്ല അവൾ. പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ടുള്ളത് കൊടുത്തിട്ടില്ല ഞാൻ. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഞാൻ ബോയിൽഡ് എഗ്ഗ് കൊടുക്കുക. അതുപോലെ തന്നെ പാലൊക്കെ അതിന് ശേഷമാണ് ഒരു നേരം കൊടുക്കുന്നത്. ഞങ്ങളുടെ മോർണിംഗ് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വാക്കിങ്, ഒരു സെൽഫായിട്ടുള്ളൊരു കെയർ ചെയ്യുക, പൊട്ട് തൊടുക, കുളിക്കുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ അമ്മയുടെ കൂടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം ചിലപ്പോൾ അടുക്കളയിൽ ബിസി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ TV വല്ലതും ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങളിത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും ടോയ്സിൽ അങ്ങോട്ട് കളിക്കുക ഇങ്ങോട്ട് കളിക്കുകയൊക്കെയാണ്. അച്ഛ വന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു അച്ഛ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ മിക്കവാറും, അത് എനിക്കൊരു ഇതാണോന്ന് അറിയില്ല, ഞങ്ങൾ മിക്കവാറും ഇരുന്ന് ഫുഡ് കഴിക്കാൻ, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അവളെയും ഞങ്ങൾ കൂടെ ഇരുത്താറുണ്ട്. ടോയ്സിൽ കളിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കളിക്കണ്ട. അവളുടെ മെയിൻ സാധനമായ കിച്ചണിലെ പാത്രങ്ങൾ വീണ്ടും മെസ്സാക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഇതേ പറഞ്ഞ പോലെ അവൾക്ക് മുട്ടയും കുട്ടി കുട്ടി ദോശയാണ് ഉണ്ടാക്കി കൊടുത്ത്. കുറച്ച് കഴിച്ചില്ല എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ.